നമസ്തേ. ജ്യോതിഷം എന്ന് കേൾക്കുമ്പോഴേ ആൾക്കാർ അന്ധവിശ്വാസമാണ്. ഇതിൽ ശാസ്ത്രമില്ല. കുറേ വെല്ലുവിളികളും ഞാൻ ഒരു ആ, ഒരാശുപത്രിയിൽ പ്രസവിച്ച കുട്ടികളുടെ വിവരം തരാം. അവരുടെ ജാതകം എഴുതി തരാമോ എന്നൊക്കെ ഉള്ള വെല്ലുവിളികൾ കറക്റ്റ് ആകുവാണെങ്കിൽ ലക്ഷങ്ങൾ തരാം എന്നൊക്കെയുള്ള വെല്ലുവിളികൾ നമ്മൾ പലപ്പോഴായിട്ട് കേട്ടിട്ടുണ്ട്. ജാ ജ്യോതിഷം എന്ന് പറയുന്നതിനകത്ത് ഈ ഭാവി പ്രവചനം മാത്രമല്ല, അത് അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. അവിടെ വലിയ കണക്കുകൂട്ടലുണ്ട്. ഗണിതം എന്നൊരു ഭാഗമുണ്ട്. ആ ഗണിതം ഉപയോഗിച്ചിട്ടാണ് ചന്ദ്രൻ്റെയും സൂര്യൻ്റെയും അതുപോലെ തന്നെ മറ്റ് ഗ്രഹങ്ങളുടെയൊക്കെ സ്ഥാനങ്ങൾ ജ്യോതിഷികൾ ഗണിക്കുന്നതും അത് നമ്മൾ ഇപ്പോഴും നമ്മൾ പിന്തുടരുന്നത് ഏറ്റവും കൃത്യമായിട്ടാണ്. ചന്ദ്രൻ്റെ കറുത്ത വാവ് വെളുത്ത വാവ് ഇതൊക്കെ എപ്പോഴുണ്ടെന്ന് നമ്മൾ എപ്പോഴാണെന്നുള്ളത് നമ്മൾ ഗണിച്ചുണ്ടാക്കുന്നതാണത്. നമ്മുടെ ജ്യോതിഷികൾ ഗണിച്ചുണ്ടാക്കുന്നതാണ് അതെല്ലാം. അപ്പം അത് ആ ഗണിതം കളവാന്ന് പറയാൻ പറ്റരുത്. കണക്ക് കള്ളമല്ല, കണക്ക് കറക്റ്റാണ്. അത് ഇന്നത്തെ പോലെ തന്നെ ശാസ്ത്രീയമാണ്. പണ്ട് മുതൽ എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഉടലെടുത്ത ഒരു ശാസ്ത്രമാണെന്ന് ഓർക്കണം. എന്നാൽ ഞാൻ സമ്മതിക്കുന്നു, ഇത് ഫലപ്രവചനം എന്ന് പറയുന്നത് അതിനകത്ത് യാതൊരു കൃത്യതയുമില്ല, അതിനകത്തൊരു യുക്തിയുമില്ല. കാരണം എന്ന് പറഞ്ഞാൽ കുറേ ആചാര്യന്മാർ, പല ആചാര്യന്മാർ ചിലപ്പം വിപരീതമായിട്ടുള്ള കാര്യം, ഒരേ ഗ്രഹനിലയ്ക്ക് വിപരീതമായിട്ടുള്ള ഫലങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പല ആചാര്യന്മാരുടെയും പുസ്തകങ്ങൾ പരിശോധിച്ചാൽ അത് മനസ്സിലാകും. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് ഞാൻ കുറേ ജ്യോതിഷൻ പഠിക്കാൻ നോക്കിയതാണ്, പഠിച്ചതാണ്. ഗണിതമൊക്കെ എനിക്ക് വളരെ ഇഷ്ടം, കൃത്യമാണ്. പക്ഷേ ഫലപ്രവചനത്തിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് ഈ ആചാര്യന്മാർ വ്യത്യസ്ത രീതിയിൽ അഭിപ്രായം പറയുകയും ആ അഭിപ്രായങ്ങൾക്കൊന്നും ഒരു ശാസ്ത്രീയ അടിസ്ഥാനം ഇല്ലെന്ന് ബോധ്യമാവുകയും ചെയ്തപ്പോൾ ഞാൻ ജ്യോതിഷ പഠനം നിർത്തി. പക്ഷേ അതുകൊണ്ട് ജ്യോതിഷത്തിലെ ഗണിതം തെറ്റാണെന്ന് പറയാൻ പറ്റത്തില്ല. ഇതിപ്പോഴും പറയാൻ കാര്യം, ഇന്ന് ഭാരതം ഉത്തരായണ ആരംഭമായിട്ടാണ് ആചരിക്കുന്നത്. ഉത്തരായണം എന്താണ്? സൂര്യൻ ഏറ്റവും തെക്കേ അറ്റത്ത് നിന്ന് വടക്കേ അറ്റത്തേക്ക് സഞ്ചരിക്കുന്ന സമയമാണ്, സഞ്ചരിക്കുന്ന കാലയളവാണ് ഉത്തരായണം എന്ന് പറയാം. അതുപോലെ ഏറ്റവും വടക്കേ അറ്റത്ത് നിന്ന് ഏറ്റവും തെക്കേ അറ്റത്തേക്ക് സഞ്ചരിക്കുന്ന കാലയളവ് ദക്ഷിണായനം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ശാസ്ത്രം അനുസരിച്ച് ഉത്തരായണം തുടങ്ങുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസംബർ 22-ാം തീയതിയാണ് അത് തുടങ്ങിക്കഴിഞ്ഞു. പക്ഷെ നമ്മളെന്തുകൊണ്ടാണ് ജനുവരി 15-ാം തീയതി ഉത്തരായണം ആചരിക്കുന്നത്? അതിലൊരു പെശകില്ലേ എന്ന് ആളുകൾ ചിന്തിച്ചേക്കാം. അതിനകത്ത് ഒരു പെശകുമില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഭാരതത്തിൽ ഉത്തരായനം, അതായത് സൂര്യൻ ഭാരതത്തിൻ്റെ മുകളിൽ വടക്കോട്ടുള്ള യാത്രയിൽ ഭാരതത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്ത് എത്തുന്ന സമയമാണ് ഈ മകരസംക്രമം എന്ന് പറയുന്നതാണ്. അതാണ് ഉത്തരായനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. അപ്പോൾ ഭാരതത്തെ സംബന്ധിച്ചോളം ഉത്തരായനം ഇന്നാണ് ആരംഭിക്കുന്നത്. അതിനെന്താണ്? അത് ശാസ്ത്രീയമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ 23.5 ഡിഗ്രിയാണല്ലോ ഭൂമധ്യരേഖയിൽ നിന്ന് സൂര്യൻ വടക്കോട്ടും തെക്കോട്ടും പോകുന്നത്. 23.5 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 3 മാസമാണ് ഈ 23 ഡിഗ്രി. ഇപ്പോൾ തെക്കേ അറ്റത്തുനിന്ന് ഭൂമധ്യരേഖയിലേക്ക് എത്താൻ 23.5 ഡിഗ്രി അത് സഞ്ചരിക്കാൻ 3 മാസമാണ് എടുക്കുന്നത്. 3 3 6, പിന്നെ 6 9 12 മാസം കൊണ്ട് ഒരു വർഷം പൂർത്തിയാക്കുന്നു. അപ്പോൾ ഈ 3 മാസം കൊണ്ട് 23.5 ഡിഗ്രി സഞ്ചരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മാസം എത്രയാണ്? 8 ഡിഗ്രി ഓളം, 8 ഡിഗ്രിയോളം സഞ്ചരിക്കും. ഈ 8 ഡിഗ്രി ഓളം ഉള്ള വ്യത്യാസമാണ് ഇന്ത്യയുടെ തെക്കേയറ്റം. അതായത് ഇന്ത്യയുടെ തെക്കേയറ്റം എന്ന് പറഞ്ഞാൽ ഇപ്പം ഇന്ദിര പോയിൻ്റ് എന്നറിയപ്പെടുന്ന ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ ഒരു പോയിൻ്റാണ്. ഈ സ്ഥലത്ത് സൂര്യൻ എത്താൻ അതിന് ഒരു 8 ഡിഗ്രിയോളം വ്യത്യാസമുണ്ട്. 7 ഡിഗ്രി ചില്ലാൻ 7 ഡിഗ്രിയാണ്, 7 ഡിഗ്രി ചില്ലാനുണ്ട്. അപ്പോൾ അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു മാസത്തോളം, ഒരു മാസമില്ല, 10 24 25 ദിവസത്തോളം വ്യത്യാസമുണ്ട്. ആ വ്യത്യാസമാണ് ഡിസംബർ 22 മുതൽ ഇങ്ങോട്ടുള്ളത്. അവിടെയാണ് നമ്മൾ മകരമെന്ന് അല്ലെങ്കിൽ ജനുവരി 15 ഉത്തരായനമായിട്ട് ഭാരതീയർ ആചരിക്കുന്നത്. ഇത് ജ്യോതിഷക്കാരുടെ കണക്കാണ്. ഗണിതം അനുസരിച്ച് ജ്യോതിഷക്കാരുണ്ടാക്കിയതാണ്. എത്ര ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ്. ആധുനിക ശാസ്ത്രമൊന്നും പറഞ്ഞു കൊടുത്തതല്ല. ഇത് ശാസ്ത്രമല്ലെന്ന് ആരെങ്കിലും പറഞ്ഞാൽ എങ്ങനെ അംഗീകരിക്കും?
അപ്പോൾ പുരാതനമായിട്ടുള്ളതെല്ലാം അശാസ്ത്രീയമാണ്, അന്ധവിശ്വാസമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പാടില്ല. ഈ കണക്കുകൾ കൃത്യതയാർന്ന കണക്കുകളാണ്. ഇത് വെച്ചിട്ടാണ് നമ്മളെല്ലാം ചെയ്തിരിക്കുന്നത്. പിന്നെ സൂര്യനല്ലേ സൗരയൂഥത്തിൻ്റെ കേന്ദ്രം, ഭൂമിയല്ലല്ലോ. ജ്യോതിഷത്തിൽ ഭൂമിയായിട്ട് ആ ഭൂമിയിൽ ഭൂമിയിൽ നിന്നോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഗ്രഹങ്ങളുടെ സ്ഥിതി എങ്ങനെയാണ് അവ ചരിക്കുന്നത്, ഏത് ദിവസം എവിടെ എത്തും, എത്ര ഡിഗ്രിയിൽ കാണാം, ഭൂമിയിൽ നിന്നോട്ട് നോക്കുമ്പം ഉള്ള അവസ്ഥയാണ് ജ്യോതിഷം ആശ്രയിക്കുന്നത്. അല്ലാതെ സൂര്യനിൽ നിന്നുകൊണ്ട് നോക്കുന്നതല്ല, അല്ലെങ്കിൽ ഒരു വെളിയിൽ നിന്നുകൊണ്ട് സൗരയൂഥത്തിന് വെളിയിൽ നിന്നുകൊണ്ട് നോക്കുന്ന ഒരു അവസ്ഥയല്ല. ശരിയാണ്, സൂര്യനാണ് കേന്ദ്രം. പക്ഷെ ഭൂമിയിൽ നിന്നുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ അനുഭവപ്പെടും? ഇതാണ് അവരുടെ ജ്യോതിഷികളുടെ അല്ലെങ്കിൽ ജ്യോതിഷത്തിൻ്റെ രീതി, അപ്രോച്ച് എന്ന് പറയുന്നത്, സമീപനം എന്ന് പറയുന്നത് ഇതാണ്. ഇതുകൊണ്ട് എന്തെങ്കിലും തെറ്റ് പറ്റുന്നുണ്ടോ? അവർ കണക്ക് കൂട്ടിയെടുക്കുന്ന കണക്കുകളെല്ലാം കറക്റ്റ് അല്ലേ? അപ്പോൾ അവരുടെ വീക്ഷണവും കറക്റ്റ് അല്ലേ? ശരിയല്ലേ? അപ്പം അതിനെ ഒന്നും തള്ളിക്കളയാൻ പറ്റത്തില്ല. ഇങ്ങനെയുള്ള ലൊട്ടിലൊടുക്കി ന്യായം പറഞ്ഞൊന്നും തള്ളിക്കളയാൻ പറ്റത്തില്ല. ഓക്കെ, പ്രവചനം അത് ശാസ്ത്രീയമല്ല. ചിലപ്പോൾ ആളുകൾ പറയുന്ന പോലെ നീ എന്ത് പറഞ്ഞാലും ചിലപ്പം സംഭവിക്കും, ചിലപ്പം സംഭവിക്കത്തില്ല. മഴയുടെ പ്രവചനം വരുന്നത് പോലല്ലേ. കുറേ ശാസ്ത്രീയ അടിസ്ഥാനത്തിലൊക്കെയാണ് പറയുന്നത്. പക്ഷെ എന്നാലും ചിലപ്പം തെറ്റും, ചിലപ്പം സംഭവിക്കും. എല്ലായിടത്തും ഒരുപോലെ സംഭവിച്ചെന്ന് വരത്തില്ല. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. പിന്നെ ഇപ്പോൾ അതിശാസ്ത്രീയം എന്ന് പറയുന്ന ഈ മരുന്നുകളുടെ അത് സൈഡ് ഇഫക്ട്സ് എന്നും പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളെടുത്ത് ഏത് മരുന്നെടുത്താലും സൈഡ് ഇഫക്ട്സ് എന്നുള്ള ഒരു ഭാഗം ഉണ്ടാകും. സൈഡ് ഇഫക്ട്സ് എന്ന് പറഞ്ഞാൽ വയറ്റിളക്കം അതുപോലെയൊക്കെയുള്ള ഒരുപാട് ഈ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള ഉണ്ടാകും. എല്ലാവർക്കും അത് ഉണ്ടാകുന്നുണ്ടോ? എല്ലാവർക്കും ഉണ്ടാകത്തില്ല. ചില ആളുകൾക്ക് ചിലപ്പോഴും ഉണ്ടാകും. അതാണ്. അതുപോലെ തന്നെ കണക്കാക്കിയാൽ മതി ഇതും. അത് ശാസ്ത്രീയമാണെങ്കിൽ ഇത് അശാസ്ത്രീയമാണെന്ന് പറയാൻ യാതൊരു ന്യായവും ഇല്ല. അപ്പം അത് നമ്മൾ ഒരു കാര്യം എവിടെയെങ്കിലും ഒരുത്തൻ പറഞ്ഞ് കേട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ അതും തള്ളിപ്പിടിച്ചുകൊണ്ട് നമ്മൾ പോകരുത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, സ്വന്തം ബുദ്ധി പ്രയോഗിക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം ജ്യോതിഷത്തിൽ ഈ ഗണിതം വളരെ കറക്റ്റാണ്. അതനുസരിച്ചാണ് ഇന്ന് ഉത്തരായണ ആരംഭം എന്ന് പറയുന്നത്. ഉത്തരായണ ആരംഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതത്തിൻ്റെ ടെറിട്ടറിയിൽ, ഭൂമിയിൽ സൂര്യൻ എത്തുന്ന ഏറ്റവും തെക്കേ അറ്റത്ത് എത്തുന്ന ദിവസം അതിന് വടക്കോട്ട് സഞ്ചരിക്കുകയാണ്. ആ വടക്കോട്ട് സഞ്ചരിക്കുന്ന സമയത്താണ് ഭാരതത്തിലെ ഉത്തരായണം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഉത്തരായണ ആരംഭമായിട്ട് ആചരിക്കുന്നത്. നന്ദി.